ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കട്ടയൊന്നുമില്ലാതെ അത് നമ്മളൊന്ന് കലക്കിയെടുക്കണം. മിൽക്ക് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഓപ്ഷണലാണ്. ഇനി അത് കട്ടയില്ലാതെ എല്ലാം ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് കുറുകിപ്പോകണ്ട. ഇത് മുളപ്പിച്ച റാഗിപ്പൊടി വീട്ടിലുണ്ടാക്കിയത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അത് ട്രൈ ചെയ്യാം. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഇതൊക്കെ നല്ല വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മധുരത്തിന് വേണ്ടി ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഇനി അത് അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് കണ്ടോ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു ഉരുളിയിലോട്ട് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം വേണം ഇത് നമുക്ക് സെർവ് ചെയ്യാൻ. ഇതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇടാനുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കാം, തണുക്കട്ടെ. ഞാനിവിടെ 2 ടേബിൾ മുന്തിരിയും പഴവും ആപ്പിളും മാങ്ങായും ഒരു പോംഗ്രാനൈറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സായിട്ട് ബദാമും പിസ്തായും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി അത് എല്ലാം ഒരേ വലിപ്പത്തിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ പച്ച മുന്തിരിങ്ങയും അത് കഴിഞ്ഞ് കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മാമ്പഴം ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പിന്നെ ഞാൻ നേരത്തെ ഇതുപോലെ നിരവധി സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്ട്സ് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ പ്ലേലിസ്റ്റ് ഞാൻ സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്ട്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അത് ട്രൈ ചെയ്യാം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. അത് ശരീരമൊക്കെ നല്ലതായിട്ട് തണുക്കുന്നതിനും ഈ ചൂടിനും വിശപ്പിനും എല്ലാം നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.